ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറീൻ. നമ്മൾ അമിതമായിട്ട് വണ്ണം വെക്കുമ്പോഴും നമ്മൾ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു പോവുകയാണെങ്കിലും ഒക്കെ ആളുകൾ പറയാനായിട്ട് തുടങ്ങും അല്ലെ, നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടും നമ്മൾ പലപ്പോഴും. അപ്പൊ നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം വരും. ഞാൻ ഭയങ്കരമായിട്ട് തടി വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ. രണ്ട് രീതിയിലാണെങ്കിലും ആൾക്കാർ ജഡ്ജ് ചെയ്യപ്പെടും. അപ്പൊ ആ രീതിയിൽ നമുക്ക് മാനസികമായിട്ടും ഭയങ്കരമായിട്ട് വിഷമം വരും. അപ്പൊ നമ്മൾ ഒരു മനസ്സിലൊരു എന്താ പറയാ, നമുക്ക് എന്തായാലും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുപോയിക്കും. നമ്മൾ അതിനുള്ള പരിശ്രമങ്ങൾ നടത്താനായിട്ട് തുടങ്ങും അല്ലെ. അപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും, നിങ്ങൾ വെയിറ്റ് കുറഞ്ഞ ആളാണെങ്കിലും വെയിറ്റ് കൂടിയ ആളാണെങ്കിലും, നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയെ മനസ്സിലാക്കി, നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനെ ചികിത്സിക്കാനായിട്ട് നിന്നാൽ മതി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, നമ്മുടെ ഒരു കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. കണ്ണൂരിലെ 18 വയസ്സ് മാത്രമുള്ള ശ്രീനന്ദ എന്ന പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു ദുരാവസ്ഥയാണിത്. അപ്പൊ ഇതിന്റെ പേര് എന്ന് പറയുന്നത് അനോറെക്സിയ റൈനോസ എന്നുള്ളതാണ്. അപ്പൊ ഇതെന്താണ് ബുദ്ധിമുട്ട് എന്ന് പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും. മറ്റൊന്നുമല്ല, ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഭയമാണ്. അതായത് നമ്മൾ അമിതമായിട്ട് വണ്ണം വെക്കുമോ എന്നുള്ളൊരു ഭയം. ഈ ഭയം കൊണ്ട് നമ്മൾ പട്ടിണി കിടക്കാനായിട്ട്, അതുപോലെ തന്നെ ലോ കലോറി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനായിട്ടും അശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റുകളിലേക്കും ഒക്കെ പോവുക. അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ ഒരു അവസ്ഥയുള്ള ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും തടി കുറയ്ക്കുക, അത് പട്ടിണി കിടന്നിട്ടാണെങ്കിലും തടി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടിയുടെ നമ്മൾ പലതരത്തിലുള്ള അവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ അടുത്തുപുറത്തുള്ള ആളുകളുടെ ഒക്കെ ഒരു ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അവർ പറയുന്നത് വെച്ചാല്, ഈ കുട്ടി എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള വണ്ണമുള്ള ഒരു വ്യക്തിയെ അല്ലായിരുന്നു, വളരെ സാധാരണയായിട്ടുള്ള വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഇങ്ങനെ തോന്നി എന്നുള്ളത് ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്താണ്, ഈ ഒരു അവസ്ഥയുടെ പ്രത്യേകതയാണ്. ഇല്ല, നമുക്ക് ചെറിയ വണ്ണമാണെങ്കിലും നമുക്കത് കുറയ്ക്കണം എന്നുള്ളൊരു ചിന്ത, അതാണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്. അപ്പൊ ഇതില് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഡയറ്റുകൾ, അശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റിനെ കുറിച്ച് ഇവിടെ പറയേണ്ട പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ പല യൂട്യൂബേഴ്സും അവർക്ക് ആരോഗ്യ മേഖലയുമായിട്ട് ഒരു ബന്ധവുമില്ല എങ്കിലും അവര് പലതരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റുകൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്, പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ അവര് ചില ഡ്രിങ്ക്സുകൾ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ്, നമുക്കൊരു ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു 10 കിലോ കുറയ്ക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ 2 ആഴ്ചയുടെ ഉള്ളിൽ 20 കിലോ കുറയ്ക്കാം, അല്ലെങ്കിൽ 10 കിലോ കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പൊ ഇവരെ നോക്കിക്കഴിയുമ്പോൾ ഇവര് ഒരു തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രവർത്തകയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകനോ ഒന്നുമല്ല, സാധാരണ ആളുകളാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവരിത് പറയുന്നു, അതിൽ വീഴാനായിട്ട് സാധാരണ കുട്ടികളായാലും, ഇപ്പൊ ടീനേജ് കുട്ടികളൊക്കെ ഇത് കണ്ട് അവരത് ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ അതൊന്നും ഒരിക്കലും നിങ്ങൾ ദയവ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വെയിറ്റ് ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി തന്നെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഒരു ക്രാഷ് ഡയറ്റ്, അതുപോലെ തന്നെ നമ്മളൊരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്, ഇതിലേക്കൊക്കെ പലപ്പോഴും പലരും പോകാറുണ്ട്. അപ്പൊ ഇതൊരു ആരോഗ്യ പ്രവർത്തകരുടെ ഒരു നിർദ്ദേശപ്രകാരം അല്ലാതെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ, നമ്മുടെ ആന്തരിക അവയവങ്ങളെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുക. അതായത് നമ്മളിങ്ങനെ നിരന്തരം ഫ്രീക്വന്റ്ലി 1-2 ദിവസം നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അല്ല ഈ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെയും ഭക്ഷണം മിസ്സാക്കുകയും ബോധപൂർവം നമ്മളത് കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും, ഇമ്മ്യൂണിറ്റി കുറയും. അതുപോലെ തന്നെ നമുക്ക് സോഡിയം പൊട്ടാസ്യം, ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ ഇംബാലൻസ് ആയി പോകും. അതുപോലെ തന്നെ മസിലിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വൃക്ക, കരള്, ഇതിന്റെയൊക്കെ പ്രവർത്തനത്തിന് ഫംഗ്ഷനിങ്ങിനെ ഇത് ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഹൃദയത്തിന്റെ അരിത്തീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും. ഹൃദയ ചംക്രമണത്തിന്, അതായത് ഹൃദയത്തിന്റെ സർക്കുലേഷന് ഇത് കുറയ്ക്കും. അതുപോലെ തന്നെ TB പോലത്തെ രോഗങ്ങളും അതുപോലെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ പെട്ടെന്നുള്ള തടി കുറയ്ക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഒരിക്കലും പെട്ടെന്ന് നമ്മൾ തടി കുറയ്ക്കുക എന്നല്ല, ഹെൽത്തി ആയിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് BMI അനുസരിച്ച് നമുക്ക് ഒരാളുടെ തടി കുറയ്ക്കുക, അതായത് ഹെൽത്തി ആയിട്ട് നമുക്ക് കുറയ്ക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് കുറയ്ക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് തടി കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ഡോക്ടറുടെയോ ഒരു കൺസൾട്ടേഷനോട് കൂടി തന്നെ നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി വെയിറ്റ് ലോസ് നമ്മൾ പെട്ടെന്ന് ചെയ്താൽ ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് നമുക്ക് സ്കിന്ന്, നമ്മളിപ്പോ തടി കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ചെറുപ്പമായിട്ട് ഫീൽ ചെയ്യും അല്ലേ, ഓവർ തടിയുള്ളവരെക്കാളും
മെലിഞ്ഞ ആൾക്കാർ കുറച്ചും കൂടി ഒരു യങ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇവരുടെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് തൂങ്ങിക്കിടക്കുന്ന പോലത്തെ ഫീൽ ഉണ്ടാവും. അതായത് സ്കിന്നിന് ഒട്ടും ഇലാസ്റ്റിറ്റി നഷ്ടപ്പെടും ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക്, കാരണം ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ പെട്ടെന്ന് ലോസ് ആയി പോവാണ്, അതൊരിക്കലും നമ്മുടെ മുടിക്ക് അത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹെയർ ഫോൾ ഇഷ്യൂസുകൾ നമുക്ക് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവും, ഹൃദയാഘാതങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യത ഉണ്ടാവും, കുഴഞ്ഞു വീണ് മരിക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലേക്കൊക്കെ നമുക്ക് വരും, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആ രീതിയിലേക്കൊക്കെ. പിന്നെ അതുപോലെ കിഡ്നി ഫംഗ്ഷനിങ്ങിനൊക്കെ പ്രശ്നങ്ങൾ വരും, ലിവർ സംബന്ധമായ അസുഖങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ എല്ലുകൾ, നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ കണ്ടിട്ടില്ലേ, ഡീജനറേറ്റീവ് ചേഞ്ചസ് വരിക എല്ലുകൾക്ക്, ആ രീതിയിലൊക്കെ എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുക, ആ രീതിയിലേക്കൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓർമ്മക്കുറവ്, ചെറിയ കുട്ടികളാണെങ്കിലും, അതായത് നമ്മൾ വളരെ യങ് ആയ ആൾക്കാരാണെങ്കിലും, അല്ല ഇത്തിരി പ്രായമായ ഏത് പ്രായക്കാരാണെങ്കിലും, ചെറിയ കുട്ടികളാണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ ഓർമ്മക്കുറവ് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി കുറയ്ക്കേണ്ട ഒരു വെയിറ്റ് ഉണ്ട്, അതിലും കുറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുക, അല്ലാതെ അത് ഒരിക്കലും നമുക്ക് ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബോഡി മാസ് ഇൻഡെക്സ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് പറയുന്നത്. അതനുസരിച്ച് വേണം നമ്മൾ തടി കുറയ്ക്കാനായിട്ട്. നമ്മുടെ ഹൈറ്റിന് വേണ്ട വെയിറ്റ് നമുക്ക് വേണം എന്നുള്ളത് എപ്പോഴും ഓർക്കുക. ഓക്കെ, ഈ ക്രാഷ് ഡയറ്റിലൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ ഒരു കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും, ഫാറ്റ് നന്നായി കഴിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ക്രാഷ് ഡയറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ പലരും നമ്മൾ കാണാറുണ്ട്. അവർ പറയാറുള്ളത് അവർക്ക് ഫാറ്റ് നന്നായിട്ട് കൂടി ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നുണ്ട്, അതുപോലെ തന്നെ LDL കൊളസ്ട്രോൾ, പൊട്ട കൊളസ്ട്രോൾ നന്നായി വർദ്ധിക്കുന്നു, ഗുഡ് കൊളസ്ട്രോൾ കുറയുന്നു, പിന്നെ അതുപോലെ തന്നെ പ്രഷർ നന്നായിട്ട് വർദ്ധിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇതിന്റെ സൈഡ് ഇഫക്ട്സുകളാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ക്രാഷ് ഡയറ്റിലേക്ക് പോകരുത്. പിന്നെ ചില ഹെൽത്ത് ഡ്രിങ്ക്സ്, പ്രത്യേകിച്ച് ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്ക്സ് ഒക്കെ പറയാറുണ്ട്. ഇത് അസിഡിറ്റി കൂട്ടും, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇത് കഴിക്കുകയാണെങ്കിൽ അൾസർ പോലത്തെ പ്രശ്നങ്ങൾ, അതും വെറും വയറ്റിലാണ് കഴിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അസിഡിക് നേച്ചർ ഉള്ളതാണ്, അസിഡിറ്റി ഉള്ളതാണ് ചെറുനാരങ്ങ നീര് എന്ന് പറയുന്നത്. ഒരിക്കലും ഇത്തരം ഡ്രിങ്ക്സ്, അശാസ്ത്രീയമായിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കരുത്. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഹെൽത്തി ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട്, ഡോക്ടറെ സമീപിച്ച് മാത്രം വെയിറ്റ് ലോസ് ചെയ്യുക. നമുക്ക് ആയുർവേദത്തിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റും കൂടി ചെയ്യാം. നമുക്ക് തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടും അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് മാത്രമേ നമുക്ക് കുറയ്ക്കേണ്ടതുള്ളൂ. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റിലേക്ക് പോകരുത് എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് മെഡിസിൻസ് ആയാലും അതുപോലെ തന്നെ ഡയറ്റ് ആയാലും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് വാട്സപ്പിലൂടെ. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. ആരും ഇത്തരം ഡയറ്റുകൾ ഫോളോ ചെയ്യരുത്. എപ്പോഴും ഡോക്ടേഴ്സിന്റെ ഡയറ്റും ഡോക്ടേഴ്സ് പറയുന്ന രീതിയിലൊക്കെയാണ് നിങ്ങൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടത്. കാരണം അവരത് ഇത്രയും വർഷമായി പഠിക്കുന്നത് കൊണ്ടും പിന്നെ ഓരോ വ്യക്തിയുടെ അനുസരിച്ചിട്ടുള്ള ഡയറ്റുകളും വ്യത്യസ്തമാണ്. ഒരിക്കലും എല്ലാവരും ഒരേ ഡയറ്റുകളിലല്ല പോകേണ്ടത്. അവരവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഡയറ്റുകളാണ് എല്ലാവരും എടുക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരു റിസ്ക്കും ശരീരത്തിന് ഉണ്ടാകാതെ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഹെൽത്തി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.